തമിഴ് ഷോയിലേക്ക് ഒരു മലയാളി വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും വൈറലായിട്ടൊരു സാധനം വന്നിട്ടില്ല. എങ്ങനെ ആ ഷോയിലേക്ക് വരുന്നത് എങ്ങനെ? ഓക്കെ, ആ ഷോയിലേക്ക് ആക്ച്വലി അവർ എനിക്ക് ഒരു മുൻപത്തെ സീസണിൽ സീസൺ 1 ആണോ 2 ആണോ എന്ന് ഓർമ്മയില്ല, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് തമിഴൊരു പടം ചെയ്തിട്ടുണ്ട്, രാജമന്ത്രി പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് ആ ടൈമിലാണ് വിളിച്ചത്. പക്ഷെ എനിക്ക് വലിയ ധാരണയില്ല അതിനെ പറ്റിയിട്ട്, എന്താണ് എന്ത് പരിപാടിയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിട്ടു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കണ്ണകി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അഭിനയിച്ചു. അതിൻ്റെ ഇൻ്റർവ്യൂസ്, അതിൻ്റെ കുറേ, എൻ്റെ തമിഴ് കുറച്ച് പ്രശ്നമാണ്, എനിക്കിങ്ങനെ കറക്റ്റ് തമിഴ് പറയും. ഇപ്പോൾ കുറേ അറിയാം, പക്ഷെ അത് തീരെ അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സിനിമയുടെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഒരു ദിവസം ഒരുപാട് ഇൻ്റർവ്യൂ കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഇൻ്റർവ്യൂസും ഓൾമോസ്റ്റ് ഭയങ്കര വൈറൽ രീതിയിലൊക്കെ പോയി. അപ്പോൾ ഇതിൽ പോയതിൻ്റെ പ്രത്യേക കാരണം എൻ്റെ തമിഴ് ആണ്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇല്ലയെന്നാണ് പറഞ്ഞത്. എനിക്കിതൊന്നും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റാത്ത പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അല്ലല്ല എന്ന് പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ളൊരു എഫേർട്ട് അവർ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എന്നെ എടുത്തു. അതേ സമയത്ത് സൺ ടി വിയിലും ഇതേ ഒരു സിമിലർ പ്രോഗ്രാമിനെ വിളിച്ചു. അപ്പം എനിക്കായിരുന്നു ഒരു ചോയ്സ് എടുക്കേണ്ടത്, ഇതിൽ പോകണോ അതിൽ പോകണോ, പോയാൽ എന്താ. എന്നിട്ട് ഞാൻ അവിടെ എനിക്ക് തോന്നുന്നു അവർക്കാണ് ക്രെഡിറ്റ്. അവരാണ് ഞാനിത് എന്തുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ലാസ്റ്റ് ഞാൻ ശരി എന്നാൽ പിന്നെ നോക്കട്ടെ, ഒരു മനുഷ്യനിത് കാണില്ല, ചുമ്മാ നമ്മൾ കുറച്ച് അതിൻ്റെ ഒരു പൈസ കുറച്ച് ആയിട്ട് സേവ് ചെയ്ത് കുറച്ച് മറ്റേ ബാങ്കിലിടാം എന്നുള്ള രീതിയിലാണ് ഞാനത് ആരും കാണാൻ പോകില്ല. കാരണം ഇത്രയും സിനിമ ചെയ്തിട്ടും ഇത് ചെയ്തിട്ട് ആരും